ആദ്യം തന്നെ എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും സ്നേഹത്തോടെ ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇതൊരു കിടുക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇഞ്ചി ചിക്കൻ എന്ന് പറയും, അതായത് ജിഞ്ചർ ചിക്കൻ എന്നൊക്കെ പറയുന്നതാണ്. സാധനം വേറെ ലെവലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഈ സാധനം ഇനി വീട്ടിലുണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിൻ്റെ പേര് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോ. എന്നെക്കൊണ്ട് ചെയ്യാവുന്നതാണെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോ കിടുക്കാച്ചയായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നല്ല നല്ല കമൻ്റൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നേരെ ചിക്കൻ എടുത്തു, അവനെ നമുക്ക് കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കുക. ആദ്യം തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് സ്റ്റൈലായിട്ടുള്ള പരിപാടികളാട്ടോ. ഒന്നും നോക്കണ്ട, ഇതുപോലെ വീട്ടിലൊക്കെ ചുമ്മാ ട്രൈ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കി നല്ല കുട്ടപ്പനാക്കി എടുത്ത ശേഷം നമ്മൾ നേരെ അതിലേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്നിട്ട് വൈറ്റ് പെപ്പർ പൗഡർ അതും ഇങ്ങനെ വാരിയിടുക. ശേഷം ആവശ്യത്തിന് ഉപ്പ്, ലെമൺ ജ്യൂസ്, ഇത്ര സാധനം ഇട്ട ശേഷം ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ തന്നെ മസാല അങ്ങ് തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് വെക്കാമെങ്കിൽ അതൊക്കെ ഒന്ന് പിടിച്ച് ലെവലായിട്ട് കിട്ടും. കണ്ടില്ലേ, നല്ല സ്റ്റൈലായിട്ട് കിട്ടും. ഇങ്ങനെ ഇവനെ ഒന്ന് റെഡിയാക്കി വെച്ച ശേഷം നേരെ അടുത്ത പരിപാടിയാണ് ലൈറ്റർ വെച്ചുള്ള പരിപാടി. തീ പിടിപ്പിക്കുന്നു. അതിനുശേഷം ഉരുളി നേരെ കൊണ്ടുപോയി വെക്കുന്നു. ഉരുളി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് എണ്ണ ഇങ്ങനെ സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്യണ്ട, ഒരു 60-70% ഇതുപോലെ ഒരു കോട്ടിംഗ് ഫ്രൈയാണ്. എന്നാലേ ഉള്ളൂ നമ്മൾ ഈ കറി ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് ഇത് ജ്യൂസി ആയിട്ട് കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയായിട്ടാണ് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന പരിപാടി. കണ്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ലെയറായിട്ടൊരു കോട്ടിങ് വരും. ചെറിയൊരു കളർ ഈ പാകത്തിൻ്റെ രൂപത്തിലൊക്കെ ആകുമ്പോൾ അവനിങ്ങ് കോരിങ്ങെടുക്കാം. കോരിയെടുത്ത ശേഷം അതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യാം. നല്ല സ്റ്റൈലായിട്ട് റോസ്റ്റ് ചെയ്യുക. ആ ഉരുളിക്കകത്ത് തന്നെ ഇട്ട് റോസ്റ്റ് ചെയ്താൽ മതി. അതാകുമ്പോൾ ചിക്കൻ്റെ ഫ്ലേവേഴ്സൊക്കെ അതിലിങ്ങ് ഇറങ്ങിക്കോളും. എന്നിട്ട് ഇവനൊന്ന് കളറായി കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവോളയും കൂടി എടുത്തൊരു മറിക്കുക. എന്നിട്ട് അവനെയും ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്തു കട്ടൊക്കെ അങ്ങ് വരട്ടിക്കുമോ സാധനം. ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ നോക്കണ്ട, ഇത് ഉരുളിയുടെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, ഒന്നും പിടിച്ചിട്ടില്ല, പേടിക്കണ്ട. എന്നിട്ട് ഇതൊന്ന് വരണ്ട് കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക്, മിൻറ്റ്, കൊറിയാണ്ടർ ഈ വക സാധനങ്ങളെല്ലാം കൂടെ വാരിയിട്ട ശേഷം ഇതുപോലെ ഒന്നും കൂടെ വരട്ടിയെടുക്കുക. നല്ല രീതിയിൽ അങ്ങ് വരട്ടിക്കും. ഇവനെല്ലാം കൂടെ ഒന്ന് വാടി ഒരു പരുവും രൂപവും ഒക്കെ ആയി ഇങ്ങ് കിട്ടും. കണ്ടില്ലേ, ഈ രൂപത്തിലായി കഴിയുമ്പോഴേക്ക് നേരെ മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് അങ്ങ് വാരിയിടുക. കണ്ടോ. എന്നിട്ട് ഈ സാധനം ഒന്ന് പേസ്റ്റാക്കി മാറ്റും. പേസ്റ്റാക്കി മാറ്റി വെച്ച ശേഷം അടുത്ത നല്ല ഫ്രഷ് ഉരുളി എടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒന്ന് വരട്ടിയെടുക്കുക. ഇഞ്ചി വരണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ അങ്ങ് വരട്ടുക. സംഭവം നല്ല സ്റ്റൈലായിട്ട് വരണ്ട് വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടെ ഇട്ടങ്ങ് വരട്ടിക്കും. അവനൊന്ന് വരണ്ട ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ വരുമ്പോൾ ഇതിടയ്ക്കുള്ള നമ്മളൊരു വാക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിനകത്ത് ഇഞ്ചി കൂട്ടിയ പേസ്റ്റ് ആട്ടോ. ഇഞ്ചി കൂട്ടിയ പേസ്റ്റ് ഇട്ട് ഇതിലേക്ക് ഇട്ട് വരട്ടിയെടുക്കാം. ഇതുപോലെ വരട്ടി രൂപത്തിലെടുക്കുക. ശേഷം ഗ്രീൻ ചില്ലി സോസ് ഇതുപോലെ ഇട്ടൊന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ അത് ആ പച്ചപ്പൊക്കെ മാറി ഇവൻ്റെ സോസിൻ്റെ ടേസ്റ്റ് വേറെ ലെവലിലായി വരും. എന്നിട്ട് ആവശ്യത്തിന് ടൊമാറ്റോ കച്ചപ്പ് ഒരു 2 ലാഡിൽ 1.5 ലാഡിൽ ടൊമാറ്റോ കച്ചപ്പും കൂടി എടുത്തൊരു മറിച്ച് അവനെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്യുക. കാരണം ആ പച്ചപ്പൊക്കെ അല്ലെങ്കിൽ ആ ടൊമാറ്റോ കച്ചപ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്, ഒരു വല്ലാത്ത ടേസ്റ്റ്. ആ ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് റോസ്റ്റ് ചെയ്ത് ലെവലിലായി വരുമ്പോഴേക്കും നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന സാധനം എടുത്തൊരു ഇത് മറിക്കുക. നല്ല സന്തോഷത്തോടെ ഇങ്ങ് മറിച്ചിട്ട് ഇതുപോലെ ഇട്ട് ലെവലാക്കി ഇടുന്നു, കുക്കാക്കി എടുക്കുക. മൊത്തത്തിൽ ഒരു സോസ് രൂപത്തിലാക്കി എടുക്കുക. ഈ സോസിന് ടേസ്റ്റ് നോക്കുക, സംഭവം വേറെ ലെവലാണ് കേട്ടോ. കിടുക്കാച്ച സാധനം എന്ന് പറഞ്ഞാൽ കിടുക്ക സാധനമാണ് ഈ സാധനം. ഇതുപോലെ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. കുക്ക് ചെയ്ത ശേഷം ആവശ്യത്തിന് അതിലേക്ക് കുരുമുളക് പൊടി, കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതും
നിങ്ങളൊരു നോക്കിയിട്ട് വേണം. കൂടുതൽ പഞ്ചസാര ആയിക്കഴിഞ്ഞാൽ മധുരമായി പോവും, കൂടുതൽ ഉപ്പായി കഴിഞ്ഞാൽ ഉപ്പ് കൂടും. ഇത് രണ്ടും അളവിന് ആവശ്യത്തിന് നോക്കി വേണം കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് വരട്ടിയെടുക്കുക. ഈ രൂപത്തിൽ ഭാവത്തിലാക്കി ഇങ്ങെടുക്കുക. സംഭവം വേറെ ലെവലായിട്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തൊരു മറിക്കുക. ഉണ്ടല്ലേ, അല്ല സ്റ്റൈലായിട്ട് മറിച്ച ശേഷം സ്ലോ മോഷനിൽ ഇവനങ്ങ് മിക്സ് ചെയ്യുക. കാരണം സ്ലോ മോഷൻ മിക്സ് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഇങ്ങ് പൊടിഞ്ഞ് ഒരു പരുവായിട്ട് ഒരു രൂപത്തിലൊക്കെ ആവും. അതുകൊണ്ട് സ്ലോ മോഷൻ ഇങ്ങനെ സ്ലോയിലങ്ങ് മിക്സ് ചെയ്യുക. സംഭവം നോക്കി ഇതുപോലെ ആക്കിയെടുക്കുക. ഇപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിൽ ഇങ്ങനെ ഒരു ചക്കപ്പുഴുക്ക് രൂപത്തിൽ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. എൻ്റെ ചങ്ങാതി വേറെ ലെവലാണ് കേട്ടോ. ഇതൊക്കെ വീട്ടിലുണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് മെത്തേഡ്. ആര് വിചാരിച്ചാൽ നമുക്ക് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാം. ഒരു കിലോ ചിക്കൻ മേടിക്കാൻ നേരെ നമ്മുടെ വീട്ടിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ഇച്ചിരി സ്പ്രിംഗ് ഓണിയൻ ലീക്സും കൊണ്ട് ഇതുപോലെ സ്നേഹത്തോടെ അങ്ങ് വാരി വിതറി കഴിയുമ്പോഴേക്ക് സംഭവം വേറെ ലെവലായി എൻ്റെ ചങ്ങാതി. എന്നിട്ട് ഇതുപോലെ പ്ലേറ്റിലേക്ക് അങ്ങ് എടുത്തു കൊടുക്കുക. എനിക്ക് തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല. ഇത് കണ്ടില്ല ചങ്ങാതിമാർ, ഒരു രക്ഷയില്ല, വേറെ ലെവലാണ് സംഭവം. എന്നിട്ട് നമ്മൾ ഈ സാധനം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹോട്ടലിലെ ഷെഫിന് തന്നെ അങ്ങ് കൊടുത്തേച്ചു. ഒരു പീസ് ഇതുപോലെ ഇങ്ങ് എടുത്തിട്ട് നമ്മളെയൊക്കെ മൊത്തത്തിൽ അങ്ങ് ഒതിപ്പിച്ചിട്ട് പിടുത്തം പിടിക്കുന്നുണ്ടോ. എന്നിട്ട് പുള്ളി മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ കാണാം സംഭവം വേറെ ലെവലാണ്. ഒന്നും നോക്കണ്ട എൻ്റെ ചങ്ങാതിമാരെ, കണ്ണടച്ച് ഫോളോ ചെയ്തു, ലൈക്ക് ചെയ്തു, കമൻറ്റ് ചെയ്തു, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. സംഭവം കിട്ടുക്കാൻ സാധനം. അതുപോലെ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ, മറക്കരുത് ചങ്ങാതി.